ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂളിനെ കുറിച്ചാണ്. ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് നോ കോണ്ടാക്ട് റൂളിനെ കുറിച്ച്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് വേണം കരുതാൻ. കാരണം എനിക്കിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജസ്, മാം ഈ ഒരു കേസിന് നോ കോണ്ടാക്ട് റൂൾ വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മാം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നോ കോണ്ടാക്ട് റൂൾ വർക്ക് ചെയ്യേണ്ടത്, എത്ര ദിവസമാണ് ഞാൻ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് 3 സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും നോ കോണ്ടാക്ട് റൂൾ വർക്ക് ചെയ്യാൻ പാടില്ല, അതായത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ആ 3 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നോ കോണ്ടാക്ട് റൂള് കംപ്ലീറ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ, അതായത് ചില കേസുകൾ ആ റിലേഷൻഷിപ്പ് കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതായത് നമുക്ക് സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, പക്ഷെ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആ റിലേഷൻഷിപ്പ് കയ്യിൽ നിന്ന് പോകുന്ന കേസുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകൾ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കേസ്, ബിഗ് ഇഷ്യൂ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ ആണ്, ഇപ്പോൾ ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അഫയേഴ്സ് ഉണ്ടായതിന്റെ കാരണം, ആ ഒരു റീസൺ കാരണം ഉണ്ടായ ചില കാരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതായത് അവരോട് സംസാരിക്കാതിരുന്നു, അവരുടെ അപ്ഡേഷൻ അറിയാതിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യാതിരുന്നു, നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരിക്കലും നോ കോണ്ടാക്ട് റൂൾ, ഇങ്ങനെ ഒരു ബിഗ് ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. അതിന് പകരം നമ്മൾ അവിടെ ചെയ്യേണ്ട വേറെ കുറെ കാര്യങ്ങളാണ്. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കും ആവശ്യം ഉണ്ടായിരിക്കുക. അവരുടെ ഫീലിങ്സും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നമുക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായി ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരുമായിട്ടൊരു അവരോടൊരു ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും മടി കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ബിഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പില് പലപ്പോഴും, അതായത് സില്ലി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കം, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായതിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കേസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നു, അതിന്റെ പേരിൽ ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് വരുന്നു, അതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ചെറുതാവണമെന്നില്ല, എന്നാലും ഇത്തരം കേസുകളിലൊക്കെ നോ കോണ്ടാക്ട് റൂൾ എസ്പെഷ്യലി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പലപ്പോഴും വർക്ക് ആകില്ല എന്നുള്ളതാണ്. അവിടെയും ഇതുപോലെ തന്നെ വേറെ കുറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോബ്ലം, ആ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പൊ രണ്ടാമത്തെ ഒരു കേസ്, അതായത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തൊരു കേസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സ്മോൾ കേസസിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് തർക്കം ഉണ്ടാകുന്നതിന്റെ പേരിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്നാൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല, അത് വർക്കാകില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കേസ്, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരു ചാൻസ് ആണ് ഈ മൂന്നാമത്തെ കേസ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഓൾറെഡി റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി, അതായത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ബ്രേക്കപ്പിനുള്ള ഒരു അവസരം തേടിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തി. അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് സേവ് ആകുന്നതിന് പകരം വേഴ്സ് ആയി പോവുകയായിരിക്കും ചെയ്യുക. ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായി ലോസ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സാധ്യത മാത്രമാണ്, ഒരു ഉറപ്പൊന്നുമില്ല. കാരണം അത് ഡിപ്പെൻസ് ആണ്. ഈ ഒരു നോ കോണ്ടാക്ട് റൂളിൽ തന്നെ
പലപ്പോഴും ഇത് വർക്കാവുന്നത് ഡിപ്പെൻഡ്സ് ഓൺ വ്യക്തികളാണ്. അത് ഓരോ ആളുകളുടെ ക്യാരക്ടറിനനുസരിച്ച് പോലും ഈ ഒരു നോ കോണ്ടാക്ട് റൂളിൽ നമുക്ക് മാറ്റം വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ റിലേഷൻഷിപ്പിന് പെട്ടെന്ന് കർട്ടൻ ഇടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഏതെങ്കിലും ഒരു വ്യക്തി, റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഓൾറെഡി റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തി നിൽക്കുന്ന ഒരു വക്കിലാണ് നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ്, ആ ഒരു നോ കോണ്ടാക്ട് റൂൾ ആ റിലേഷൻഷിപ്പിൽ വർക്കാകില്ല. മാത്രമല്ല ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ 3 സാഹചര്യത്തിൽ നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം വർക്ക് ആകില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ പല ആളുകളുടെയും മൈൻഡിലുള്ള ഒരു സംശയമായിരിക്കും, അപ്പൊ ഈ 3 കേസിൽ നോ കോണ്ടാക്ട് റൂൾ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓപ്പണായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ സ്റ്റിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ. ഇൻ കേസ് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള സൊല്യൂഷനും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്